കമൽ, ഇപ്പോൾ ഈ പറയുന്ന ഈ സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങൾ, ഇപ്പോൾ ഈ ഭൂമി കുലുങ്ങി എന്ന സംശയമുള്ള ഈ പ്രദേശങ്ങൾ മേപ്പാടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ നിന്ന് എത്ര അകലെയാണ്? ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഈ പ്രദേശങ്ങളൊക്കെ. കൽപ്പറ്റ നഗരത്തിനടുത്ത്, കാരണം വ്യത്യസ്തമായ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഒന്ന് വൈത്തിരി താലൂക്കിലെ അച്ചൂരാനം വില്ലേജിലും പൊഴുതന വില്ലേജിലുമുള്ള പ്രദേശങ്ങളാണ്. മറ്റൊന്ന് കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമ്പലവയൽ മേഖലയാകട്ടെ ഇവിടെ നിന്നൊക്കെ മാറി മറ്റൊരു പ്രദേശമാണ്. നെന്മേനി വില്ലേജിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ് സംഭവിച്ചത്, ശബ്ദം കേട്ടു എന്നതാണ് പ്രധാനമായും പറയുന്നത്. അല്ലാതെ മറ്റു എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഒന്നും പറയുന്നില്ല. വലിയ ശബ്ദം കേട്ടു, ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടു എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ വില്ലേജ് ഓഫീസർമാരൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ എമർജൻസി സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ശരി, നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായാണ് അറിയാൻ കഴിയുന്നത്. വിദഗ്ധ സംഘത്തെ ഈ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ ഇപ്പോൾ വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും അച്ചൂരാൻ വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 വില്ലേജിലെയും വില്ലേജ് ഓഫീസർമാർ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തീർന്നിട്ടില്ല. വെങ്ങപ്പള്ളി വില്ലേജിൽ കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ എന്നീ സ്ഥലങ്ങളിലും ചെറിയ മുഴക്കം അനുഭവപ്പെട്ടതായി പറയുന്നു. കമൽ, അതായത് ഒരു ഭാഗമല്ല, അതായത് വ്യാപിച്ചു കിടക്കുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ അല്ലെ? ഇതിപ്പോ വൈത്തിരി താലൂക്ക് വരുന്നു, വെങ്ങപ്പള്ളി വില്ലേജ് വരുന്നു, നെന്മേനി വില്ലേജ് വരുന്നു, എടക്കൽ ഭാഗം വരുന്നു. അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണല്ലോ ഈ ഒരു ഇപ്പം ഭൂമി കുലുങ്ങി അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ടു എന്ന് പറയുന്ന പ്രദേശങ്ങൾ. ആര്യ, ഇതെല്ലാം വ്യത്യസ്തമായ പ്രദേശങ്ങളാണ്, വളരെ അകലത്തിലുള്ള പ്രദേശങ്ങളാണ്. ഈ സുഗന്ധഗിരി എന്ന് പറയുന്നത് നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് ചുരം കയറി വരുന്നതിന് സമീപത്തുള്ള, അതായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്കൊക്കെ സമീപത്തുള്ള പ്രദേശമാണ് സുഗന്ധഗിരി എന്ന പ്രദേശം. ഈ വെങ്ങപ്പള്ളി വില്ലേജിലെ പ്രദേശങ്ങളെല്ലാം കൽപ്പറ്റ നഗരത്തോട് അടുത്തുള്ള പ്രദേശങ്ങളാണ്. സേട്ടുകുന്ന് എന്ന പ്രദേശം മറ്റൊരു വഴിയിൽ ബാണാസുര സാഗർ ഡാമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് പൊഴുതന അച്ചൂരാനം വില്ലേജിലുള്ള സ്ഥലമാണ്. ഈ അമ്പലവയലിൽ ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിനടുത്തുള്ള മേഖല എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വളരെ അകലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള പ്രദേശമാണ്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ സ്ഥലത്താണ് ഇത്തരത്തിൽ ഭൂമിക്കുള്ളിൽ നിന്ന് മുഴക്കം കേട്ടു, വിറയലുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പല വില്ലേജിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്ന് കൃത്യമായ ഒരു വിവരം കിട്ടുന്നില്ല. ഒരേ പ്രദേശത്തല്ല, പല മേഖലകളിൽ നിന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത്. ശരി, എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ വയനാട് അത്രയധികം ദുരിതം അനുഭവിച്ച് നിലനിൽക്കുമ്പോൾ വീണ്ടും ഈ ഒരു ഭൂമി കുലുക്കം എന്ന വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ്. മുഴക്കം കേട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി എന്നും പറയുന്നു. അമ്പലവയലിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാരാണ് ശബ്ദം കേട്ടതായി അറിയിച്ചത്. നെന്മേനിയിലും വൈത്തിരി താലൂക്കിലും ഈ ശബ്ദവും ഈ മുഴക്കവും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേട്ടു എന്നാണ് പറയുന്നത്. പല സ്കൂളുകളൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ട്. എടക്കൽ JLP സ്കൂള് നേരത്തെ വിട്ടു. ഭൂചലനം എന്നാണ് ഈ നിമിഷത്തിൽ നമുക്കുള്ള സംശയം. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടതും ഈ ഒരു സ്ഥലം ഭൂമി കുലുങ്ങിയതായി സംശയിക്കുന്നതും ഒരു രാവിലെ 11 മണിയോട് കൂടിയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ മുൻപ് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രദേശങ്ങളൊന്നും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ല, വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളാണ് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അമ്പലവയൽ മേഖലയിൽ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ചില വീടുകളിൽ നിന്നൊക്കെ അതിന്റെ ഷീറ്റൊക്കെ, മേൽക്കൂരക്കിട്ട ഷീറ്റൊക്കെ ഇളകിപ്പോയി എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇത്.